സഹോദര, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ അർത്ഥവും ആശയവും പഠിക്കൽ നിന്റെ മേൽ നിർബന്ധമാണ്, ഫർദൻ. നീ ആദ്യം പഠിക്കേണ്ട കാര്യം ഇതാണ്. ഇത് പഠിക്കാതെ ഒരാൾ മുസ്ലിം ആവുകയില്ല. ഇത് അറിയാതെ ചൊല്ലിയതുകൊണ്ട്, ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാതെ ഇത് ഉച്ചരിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ അവൻ സ്വർഗത്തിലാണ്. എന്താണ് പറഞ്ഞത്? അറിഞ്ഞുകൊണ്ട് മരിച്ചാൽ. വെറുതെ ഉച്ചരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈ വാക്കിന്റെ അർത്ഥം അറിയണം, ഉദ്ദേശം മനസ്സിലാക്കണം. അത് ചൊല്ലിയ ഒരാളുടെ ജീവിതത്തിൽ എന്താണ് ഉണ്ടായിരിക്കേണ്ടത് പഠിക്കണം. ഇന്ന് എത്രയോ മുസ്ലിമീങ്ങളായ ആളുകൾ അവരോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ചോദിച്ചാൽ എന്താണ് അതിന്റെ വാക്കർത്ഥം എന്ന് പോലും അവർക്കറിയില്ല. ഉദ്ദേശം അവിടെ നിൽക്കട്ടെ. ചില ആളുകൾ ചിലപ്പോൾ തെറ്റായ അർത്ഥങ്ങൾ പറയുന്നത് കാണാം, മറ്റു ചിലർ അർത്ഥം അറിയില്ല എന്ന് പറയുന്നത് കാണാം. എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് നിന്റെ ദീനിൽ നീ ആദ്യം പഠിക്കേണ്ട കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറഞ്ഞില്ലേ, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലെ, അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അത് പഠിക്കണം. ആരോടാണ് പറഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. അവിടുത്തോട് ഇത് പഠിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിന്നോട് ഈ പറഞ്ഞ വാക്ക് പഠിക്കാൻ പറയണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ട കാര്യമില്ല. റസൂലുള്ളാഹിയോട് ഇത് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടുന്ന് അറബിയാൻ, അവിടുന്ന് നബിയാൻ, അവിടുന്ന് റസൂലാൻ, അവിടുന്ന് അല്ലാഹുവിൽ നിന്ന് വഹി ലഭിക്കുന്നവരാണ്. അവിടുത്തോട് അല്ലാഹു പറയാണ്, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് പഠിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, ഷഹാദത്ത് കലിമ ചൊല്ലിയവരെ നിങ്ങൾ ഇത് പഠിക്കണം. ഞാനത് പണ്ടെന്നോ മദ്രസയിൽ പറഞ്ഞു വെച്ചതല്ലേ എന്ന് പറഞ്ഞ് നിർത്തരുത്. പഠിച്ചുകൊണ്ടേയിരിക്കണം. അവസാനിക്കാത്ത വിജ്ഞാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തുമായി ബന്ധപ്പെട്ടത്. എന്താണ് സഹോദര ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം അനേകം മുഫസ്സിറുകൾ, ഉലമാക്കൾ, ധാരാളക്കണക്കിന് പേർ അനേകം തവണ വിശദീകരിച്ചതുപോലെ ഇമാം തബറി അവിടുന്ന് ഇങ്ങോട്ട് മുഫസ്സിറുകൾ അനേകം പേർ വിശദീകരിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ് എന്നാണ്. എന്താണ് അതിന്റെ അർത്ഥം? അറബിയിൽ അതിന്റെ അർത്ഥം ഇതാണ്, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്. ഞാൻ ഓരോ അർത്ഥങ്ങളുമായി നിങ്ങൾ ഓരോ വാക്കിന്റെയും അർത്ഥം ആദ്യം പറയട്ടെ. ലാ എന്ന് പറഞ്ഞാൽ എന്താണ് അറബിയിൽ? ഇല്ല എന്നാണ്. ലാ ഇലാഹ, ഇലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? മഅബൂദ് എന്നാണ്. ആരാധിക്കപ്പെടുന്നവനാണ് ഇലാഹി എന്ന് പറയുക. നീ ആരെയാണോ ആരാധിക്കുന്നത് അവൻ നിന്റെ ഇലാഹൻ. ലാ ഇലാഹ, ആരാധിക്കപ്പെടുന്ന ഒരു ഇലാഹ് ഇല്ല. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല. ഇല്ല. എന്താ ഇല്ല എന്നതിന്റെ അറബിയിൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? ഒഴികെ എന്നാണ്. ഇനി പറയുന്നതൊഴികെ. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല, ആരാധിക്കപ്പെടാനുള്ള ഒരാളുമില്ല. ഇല്ല, ഇതാ ഇനി പറയുന്നവനൊഴികെ. ആരാണവൻ? അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണ്, വാക്കർത്ഥമാണ് ഈ പറഞ്ഞത്. അല്ലാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ഒരാളും തന്നെ ഇല്ല. ഇതാണ് അതിന്റെ വാക്കർത്ഥം. വാക്കുകളുടെ അർത്ഥം ഇതാണ്. ഉലമാക്കൾ പറഞ്ഞു, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ദുനിയാവിൽ ജനങ്ങൾ ആരാധിക്കുന്ന അനേകം ആരാധ്യ വസ്തുക്കളുണ്ട്. നസാറാക്കൾ ഈസയെ ആരാധിക്കുന്നുണ്ട്. നസാറാക്കളുടെ ഇലാഹായി അവർ പറയുന്നത് ഈസയെയാണ്. അതുപോലെ യഹൂദർ ഉസൈറിനെ ആരാധിക്കുന്നുണ്ട്. അവർ അവരുടെ ഇലാഹായി പറയുന്നത് ഉസൈറിനെയാണ്. വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവർ തങ്ങളുടെ ആരാധ്യന്മാരായി പറയുന്നത് വിഗ്രഹങ്ങളെയാണ്. വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന അവർ അവരുടെ അരികിൽ അവ ആരാധ്യ വസ്തുക്കളാണ്. അപ്പൊ അള്ളാഹുവിന് പുറമെ ഒരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞാൽ ചിലർ തെറ്റിദ്ധരിക്കും. ഇവിടെ ജനങ്ങൾ ആരാധിക്കുന്ന അനേകം ആരാധ്യ വസ്തുക്കൾ ഉണ്ടല്ലോ. നസാറാക്കൾ ആരാധിക്കുന്നത് അവരുടെ ആരാധ്യൻ ഈസാ നബിയാണല്ലോ. യഹൂദർ ആരാധിക്കുന്നത് ഉസൈറിനെയാണല്ലോ. ആളുകൾ ചിലർ സംശയം പറയും. അതുകൊണ്ട് ഉലമാക്കൾ വിശദീകരിച്ചു. അറബി ഭാഷാപരമായ ചില നിയമങ്ങളും അതിന് പിറകിലുണ്ട്. അവർ പറഞ്ഞു, ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ഹഖ്ഖുൻ, ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി ഒരു ആരാധ്യനുമില്ല ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ. അതാണ് അതിന്റെ അർത്ഥം. ലാ മഅബൂദ ബിഹഖ്ഖിൻ എന്നും പറയാം, ലാ മഅബൂദ ഹഖ്ഖുൻ എന്നും പറയാം. രണ്ടും പറയാം. ആരാധിക്കപ്പെടാൻ അർഹതയുള്ളവനായി
ഒരു ആരാധ്യനുമില്ല ആരല്ലാതെ, അല്ലാഹു അല്ലാതെ. ശരിയാണ്, യഹൂദർ ഉസൈറിനെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ അദ്ദേഹത്തിന് ആരാധിക്കപ്പെടാനുള്ള അർഹതയില്ല. ശരിയാണ്, നസാറാക്കൾ ഈസയെ ആരാധിക്കുന്നുണ്ട്, പക്ഷെ ആരാധിക്കപ്പെടാൻ അദ്ദേഹത്തിന് അർഹതയില്ല. അനർഹമായ കാര്യമാണത്, അന്യായമായ കാര്യമാണത്, അതിക്രമമായ കാര്യമാണത്. അള്ളാഹുവിന് നൽകേണ്ടത് നിങ്ങൾ ഈസക്ക് നൽകിയാൽ ഈസ യഥാർത്ഥ ആരാധ്യനാവുകയില്ല. നിങ്ങൾ ആരാധ്യൻ എന്ന് പേരിട്ട് വിളിച്ചാലും യഥാർത്ഥ ആരാധ്യൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബാദത്തിന് അർഹതയുള്ളവൻ, ആരാധനകൾക്ക് അർഹതയുള്ളവൻ അല്ലാഹു മാത്രം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എന്താണ് ഇതിനുള്ള തെളിവ്? വിശുദ്ധ ഖുർആനിലെ അനേകം ആയത്തുകൾ ഈ പറഞ്ഞതിനുള്ള തെളിവാണ്. 2 ആയത്തുകൾ മാത്രം നിങ്ങൾ മനഃപ്പാഠമാക്കി വെക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ അർത്ഥം പറഞ്ഞാൽ ചിലപ്പോൾ ചില ആളുകൾ ഈ പറഞ്ഞതിന് എന്താ തെളിവ്, ഇതെങ്ങനെ നിനക്ക് മനസ്സിലായി എന്ന് ചോദിച്ചാൽ എന്താണ് ഇതിനുള്ള തെളിവ്? ഖുർആനിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. നിനക്ക് മുൻപ് അല്ലാഹുവിന്റെ റസൂലെ നാം ഒരു റസൂലിനെയും ഒരു നബിയെയും പറഞ്ഞയച്ചിട്ടില്ല. ആ നബിമാർക്കെല്ലാം നാം വഹയായി നൽകിയ കാര്യം എന്തായിരുന്നു? ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ഇലാഹായി ഒരാളുമില്ല, അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യണം? ഫഅബ്ദൂൻ, നിങ്ങൾ എന്നെ മാത്രം ഇബാദത്ത് ചെയ്യണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്? ഇബാദത്തിന് അല്ലാഹു മാത്രമാണ് അർഹൻ. ഇതാണ് അതിന്റെ അർത്ഥം. ഇതാണ് അതിന്റെ അർത്ഥം. ഇതല്ലാത്ത അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാൾ പറഞ്ഞാൽ അത് തെറ്റാണ്. ഇത് മാത്രമാണ് അതിന്റെ അർത്ഥം. 2ാമത്തെ ആയത്ത് സൂറത്തുൻ നഹ്ലിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബുത് ത്വാഗൂത്ത്. നാം എല്ലാ ഉമ്മത്തിലേക്കും റസൂലുകളെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരോട് നാം പറഞ്ഞ കാര്യം എന്താണ്? തൊട്ടു മുൻപ് സൂറത്തുൽ അംബിയായിലെ ആയത്ത് നമ്മൾ പറഞ്ഞു. അവരോട് എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ആയത്തിൽ അല്ലാഹു അതിനെ വിശദീകരിക്കുകയാണ്. സൂറത്തുൻ നഹ്ലിലെ ആയത്ത്, നേരത്തെ പറഞ്ഞ ആയത്ത് സൂറത്തു അൽ അംബിയായിലെ ആയത്താണ്. ആ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ പറഞ്ഞത്. ഈ ആയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അല്ലാഹു വിശദീകരിക്കാൻ അവിടെ പറഞ്ഞത് ഒരു റസൂലിനെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ അയച്ചിട്ടില്ല എന്നാണ്. ഈ ആയത്തിൽ അതിന്റെ അർത്ഥം അല്ലാഹു തന്നെ പറഞ്ഞു തരാം. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലാ, നാം എല്ലാ ഉമ്മത്തിലേക്കും റസൂലിനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് എന്താണ്? അൻ ഇഅ്ബുദുല്ലാഹ് അല്ലേ? അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം, ആരാധിക്കണം. നിങ്ങൾ അല്ലാഹ് ഉണ്ട് എന്ന് അംഗീകരിക്കണം എന്നാണോ പറഞ്ഞത്? ആണോ? അങ്ങനെയാണോ പറഞ്ഞത്? അല്ല. അല്ലാഹു ആണ് നിന്റെ സ്രഷ്ടാവ് എന്ന് അംഗീകരിക്കണം എന്നാണ് പറഞ്ഞത്? അല്ല. അൻ ഇഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യണം. ഇബാദത്തായി എന്തൊക്കെയുണ്ടോ അതൊക്കെ നീ അല്ലാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. ഇബാദത്തായി പല കാര്യങ്ങളുണ്ട്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഹജ്ജുണ്ട്, നന്മ കൽപ്പിക്കലുണ്ട്, തിന്മ വിരോധിക്കലുണ്ട്. അല്ലാഹുവിനോടുള്ള ഭയം ഇബാദത്താണ്, പ്രതീക്ഷ ഇബാദത്താണ്, സ്നേഹം ഇബാദത്താണ്, തവക്കുൽ ബരമേൽപ്പിക്കുക എന്നത് ഇബാദത്ത്. ഇങ്ങനെ ഇബാദത്തുകളായി എന്തെല്ലാം ഉണ്ടോ ഇതൊക്കെ ആർക്കു മാത്രമാണ്? അല്ലാഹുവിന് മാത്രമാണ്. ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പ്രാർത്ഥന, ദുആ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ പറഞ്ഞു, അദ്ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാകുന്നു ഇബാദത്ത്. അപ്പൊ പ്രാർത്ഥന അല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല, അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, അല്ലാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല. അത് എന്തിന്റെ അർത്ഥമാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥമാണ്. മനസ്സിലായി ഞാൻ ഇത്രയും പറഞ്ഞത്? നിങ്ങൾ ഈ പറഞ്ഞത് ഇത്രയും പറഞ്ഞത് നന്നായി മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ആശയക്കുഴപ്പത്തോടു കൂടി പോകാൻ പാടില്ല. ഇതാണ് അതിന്റെ അർത്ഥം, ഇതാണ് ഇതിന്റെ തെളിവ്, ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഔലിയാക്കന്മാരെ വിളിച്ചു തേടരുത്, നിങ്ങൾ നബിമാരോട് സഹായം ചോദിക്കരുത്, നിങ്ങൾ ഔലിയാക്കന്മാരോട് രോഗം മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിക്കരുത്, സഹായതേട്ടം നടത്തരുത്, ഇസ്തിഗാസ നടത്തരുത്. കാരണം ഇതൊക്കെ ഇബാദത്താണ്. ഈ ഇബാദത്ത് നിങ്ങൾ അല്ലാഹു അല്ലാത്തവർക്ക് ചെയ്താൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നിങ്ങൾ നശിപ്പിച്ചിരിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും പറയാനുള്ള കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായോ? ഇതാണ്.